എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹീറോയുടെ പവർ കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കാണ്. പക്ഷെ ഒരാൾക്ക് മാത്രം അതൊട്ടും ഇഷ്ടപ്പെടില്ല. മറ്റാരുമല്ല, സാക്ഷാൽ ചപ്രത്തലയൻ. അവൻ ചിന്തിക്കും, ഇത്രയും കാലവും സൂപ്പർ പവർ ഇല്ലാത്ത ഒരുത്തിന് ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും പവർ കിട്ടി? ഇവൻ ഫ്രോഡാണ്, ഇവൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചപ്രത്തലയൻ ഹീറോ ഇടിക്കാനായിട്ട് ഇപ്പൊ ഓടിയെടുക്കും. പക്ഷെ അപ്പോഴേക്കും അവരുടെ മാസ്റ്റർ അവനെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യും. മാസ്റ്റർ പറയും, നീ അടങ്ങി നിന്നോ, അല്ലെങ്കിൽ ഇടിച്ചു നിന്നെ ഞാനൊരു പരിവാക്കും. ചപ്രത്തലയനാണെങ്കിൽ ഇതൊട്ട് സഹിക്കാൻ കഴിയില്ല. കാരണം ചെറുപ്പം മുതലേ ഹീറോയെ വളരെ തരം താഴ്ത്തിയാണ് അവൻ കണ്ടിട്ടുള്ളത്. ഹീറോയ്ക്ക് എപ്പോഴും ചപ്രത്തലയനോട് ഒരുപാട് സ്നേഹമായിരുന്നു. അവന്റെ സൂപ്പർ പവറിനെ കുറിച്ച് എപ്പോഴും അവൻ പൊക്കി പറയായിരുന്നു. അത് കേട്ട് വലിയ ആളായി ഹീറോയ്ക്ക് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ അവൻ വീണ്ടും വീണ്ടും ഹീറോയെ തരം താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം ഓർത്ത് കലി കയറി ചപ്രത്തലയൻ അവൻ പല്ല് കടിച്ചു നിൽക്കും. വീണ്ടും വീണ്ടും ഓരോരോ മത്സരങ്ങളായിട്ട് ഇപ്പൊ മുൻപോട്ട് പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ പവർ കറക്റ്റായിട്ട് പുറത്തെടുക്കാൻ കഴിയില്ല. അവൻ കഷ്ടപ്പെട്ട് അവന്റെ നോർമൽ പവർ വെച്ച് ഓരോ ടാസ്കുകളും ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ സൂപ്പർ പവർ വെച്ച് അടിപൊളിയായിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഹീറോ മാത്രം അവൻ ആ ബോൾ ത്രോയിൽ മാത്രമാണ് അവന്റെ സൂപ്പർ പവർ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഹീറോയ്ക്ക് മനസ്സിലാവും, റിസൾട്ട് വരുമ്പോ തീർച്ചയായിട്ടും തന്റെ കാര്യത്തില് ഒരു തീരുമാനമാവും. അപ്പൊ റിസൾട്ട് വരും. ഹീറോ പ്രതീക്ഷിച്ച പോലെ തന്നെ അവന്റെ പേരായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുക. മാസ്റ്റർ ഓൾറെഡി ഈ ഒരു ട്രെയിനിങ്ങില് ആര് ലാസ്റ്റ് വരുന്നോ അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീറോ ആവട്ടെ ഇപ്പൊ ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ മാസ്റ്റർ ആള് നൈസായിട്ടൊന്ന് ചിരിക്കും. ആള് വിളിച്ചു പറയും, ഞാനിവിടെ ആരെയും പുറത്താക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഓൾറെഡി വിജയിച്ച് അഡ്മിഷൻ കിട്ടിയവരാണ്. നിങ്ങളുടെ കഴിവ്, പവർ, എബിലിറ്റി അത് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു ട്രെയിനിങ്. ഇങ്ങനെ ചില മത്സരങ്ങള് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചത്. അത് കേട്ട് ഇപ്പൊ ഹീറോ ഷോക്കാവും. മറ്റൊരു ഭാഗത്ത് ചപ്രത്തലേന് കലി കേറി കേറി വരും. മാസ്റ്റർ ഇപ്പോ ഹീറോയോട് പറയും, നീ എത്രയും പെട്ടെന്ന് ഗ്രാൻഡ്മയെ ചെന്ന് കാണണം. ഈ ഗ്രാൻഡ്മ മറ്റാരുമല്ല, ഹീറോയ്ക്ക് കിസ് കൊടുത്ത് അവന്റെ പരുക്കുകള് അത് ഹീൽ ചെയ്ത അതേ ഗ്രാൻഡ്മ. മാത്രമല്ല, നാളെയും ഇതുപോലുള്ള ഒരുപാട് ട്രെയിനിങ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് ആളിപ്പോ നടന്നു പോവും. ഹീറോയ്ക്കാണെങ്കില് അത് കേട്ട് ടെൻഷൻ കൂടി കൂടി വരും. അപ്പൊ കട്ട് ചെയ്താ നമ്മുടെ ചിരിക്കുട്ടൻ മാസ്റ്ററുടെ അടുത്തേക്ക് വരും. കാരണം ഓൾറെഡി ചിരിക്കുട്ടനാവട്ടെ മാസ്റ്ററിന്റെ പ്രൊഫൈല് അത് മുഴുവനായിട്ടും ചെക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ അക്കാദമിയിലേക്ക് വന്ന മുഴുവൻ സ്റ്റുഡൻസിനെയും ഇതുപോലെ ഓരോ ട്രെയിനിങ്ങും ടാസ്കും ഒക്കെ കൊടുത്ത് ആള് നൈസായിട്ട് പുറത്താക്കി. പക്ഷെ ഇത്തവണ അവൻ ആരെയും പുറത്താക്കിയില്ല. ചിരിക്കുട്ടൻ ചോദിക്കും, നീ ഇസക്കിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇത്തവണ ആരെയും പുറത്താക്കാതിരുന്നത്? അതിന് മാസ്റ്റർ പറയും, അവന് സൂപ്പർ പവർ ഉണ്ട്, പക്ഷെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവൻ അറിയില്ല. പക്ഷെ അവനാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങും നല്ല സ്വപ്നങ്ങളുള്ളവനും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനും. അതുകൊണ്ട് തന്നെ അവന്റെ ലക്ഷ്യങ്ങള് അത് തല്ലിക്കെടുത്താൻ ഞാൻ ആളല്ല. അത് കേട്ട് ഇപ്പൊ ചിരിക്കുട്ടൻ ഷോക്കാവും. ഇവിടെ ഹീറോ ആവട്ടെ പുതിയ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ തിരികെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കണ്ണാടിക്കാരൻ അവൻ ഓടി വന്ന് ഹീറോയോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ? വിരൽ റെഡി ആയോന്ന് ചോദിക്കുമ്പോ അവനിപ്പോ വിരൽ ഉയർത്തി കാണിക്കും. കുഴപ്പമില്ല, ഗ്രാൻഡ്മ മരുന്ന് വെച്ച് തന്നു, പെട്ടെന്ന് തന്നെ ശരിയാവുന്നാണ് ഗ്രാൻഡ്മ പറഞ്ഞത്. പക്ഷെ ഹീറോയ്ക്ക് വീണ്ടും ഇപ്പൊ ഒരുപാട് വിഷമാവും. ഞാൻ എത്ര കാലം ഇങ്ങനെ മറ്റുള്ളവരുടെ ഹെൽപ്പില് ജീവിക്കും? എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പവർ അത് കൺട്രോൾ ചെയ്യണം. ഹീറോ പോകുന്നത് കണ്ട് ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണാവട്ടെ അവള് ഹീറോയുടെ പേരും വിളിച്ച് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അവളെ കാണുമ്പോ തന്നെ ഇപ്പൊ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടാവും. അവള് വീണ്ടും ഇപ്പൊ ഹീറോയെ കണ്ട് അവനെ പുകഴ്ത്താൻ തുടങ്ങും. നമ്മുടെ ചക്കന് നാണമൊക്കെ വന്ന് അവൻ മുഖം പൊത്തിയിരിക്കും. അങ്ങനെ നമ്മുടെ മൂന്ന് സ്വത്തുമണികളും കൈയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് ഇപ്പൊ നടന്നു പോവാണ്. അവന്റെ ലൈഫിൽ ഇത്രയും കാലമായിട്ട് അവന് നല്ല ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവന് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ ഹാപ്പി ആയിട്ട് അവൻ മുൻപോട്ട് പോവും. കട്ട് ചെയ്താ ഇവിടെ ചിരിക്കുട്ടൻ ആളാകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. നാളെ മുതല് നീ ഒരുപാട് കഷ്ടപ്പെടും ഇസുക്കി എന്ന് പറഞ്ഞ് അവനിപ്പോ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ ഹീറോ വീണ്ടും ക്ലാസ്സിലേക്ക് വരും. മാസ്റ്ററിന്റെ ക്ലാസ് കേട്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ നല്ല ഉറക്കാണ്. കട്ട് ചെയ്ത ഹീറോ ഇപ്പൊ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ഹീറോയെ കണ്ട് ഹീറോ ഷോക്കാവും. തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോ ഈ അവർ ക്ലാസ് എടുക്കുന്നത് അത് നമ്മുടെ സ്വന്തം ചിരിക്കുട്ടനാണ്. ചിരിക്കുട്ടൻ പറയും, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഫൈറ്റ്, ദ റിയൽ ഫൈറ്റ്. അത് കേട്ട് ചപ്രത്തലയൻ അവൻ ഹീറോയെ നോക്കി ചിരിക്കും. ഹീറോയ്ക്കാണെങ്കില്
പേടിച്ച് മുട്ടിടിക്കാൻ തുടങ്ങും. നമ്മുടെ സ്റ്റുഡൻസ് അവര് പുതിയ സൂപ്പർ ഹീറോ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. കട്ട് ചെയ്ത 3 ആഴ്ചക്ക് മുൻപാണ് ഇവർ ആക്ച്വലി യൂണിഫോമിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് സൂപ്പർ പവർ ഇല്ല എന്ന് പറഞ്ഞ് അവന്റെ ആപ്ലിക്കേഷൻ അത് റിജക്ട് ചെയ്യും. അവൻ ചിരിക്കുട്ടനെ വിളിച്ച് ഇപ്പൊ കാര്യം പറയും. ചിരിക്കുട്ടൻ പറയും, കുഴപ്പമില്ല, നമുക്കൊരു തവണ കൂടെ ആപ്ലിക്കേഷൻ അയക്കാം, തീർച്ചയായിട്ടും നിനക്ക് ഡ്രസ്സ് കിട്ടും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഹീറോയുടെ അമ്മ അവന്റെ അടുത്തേക്ക് വന്ന് അമ്മ കൈകൊണ്ട് തയ്ച്ചുണ്ടാക്കിയ ഒരു സൂപ്പർ ഹീറോ ഡ്രസ്സ് അവന് കൊടുക്കും. ആ ഡ്രസ്സ് കണ്ട് നമ്മുടെ ആളുടെ കിളി പോവും. പക്ഷെ ആക്ച്വലി ഇതേ ഡ്രസ്സാണ് പണ്ടവൻ അവന്റെ നോട്ട്ബുക്കിൽ വരച്ചു വെച്ചത്. അത് കണ്ടുപിടിച്ചാണ് അവന് വേണ്ടി ഈ ഒരു ഡ്രസ്സ് ഇപ്പൊ അവന്റെ അമ്മ റെഡിയാക്കി കൊടുത്തത്. അവന്റെ അമ്മ ഇപ്പൊ കരഞ്ഞോണ്ട് പറയും, എനിക്ക് നിനക്ക് വേണ്ടി ഇത് മാത്രമേ ചെയ്യാൻ കഴിയൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ 3 ആഴ്ചക്ക് ശേഷം ആ ഒരു ഡ്രസ്സ് അവന്റെ അമ്മ തയ്ച്ച അതേ സൂപ്പർ ഹീറോ ഡ്രസ് ഇട്ടാണ് ഇപ്പൊ ഹീറോ പുറത്തേക്ക് വരിക. ഡ്രസ്സൊക്കെ അടിപൊളിയാണ്, പക്ഷെ അവന്റെ ഫേസ് മാസ്ക് അത് മാത്രം ഒരല്പം ഓവറായി പോവും. അപ്പോഴായിരിക്കും അവൻ ചുന്ദരി പെണ്ണ് ഡോറയെ കാണുക. അവളുടെ ഡ്രസ്സ് കണ്ട് അവൻ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, എന്റെ പെണ്ണ് സൂപ്പറാ. അപ്പൊ ചിരിക്കൂട്ടൻ അവിടേക്ക് വരും. ഹീറോയുടെ രൂപവും അവന്റെ മാസ്കും കണ്ട് ഇപ്പൊ ചിരിക്കുട്ടനാവട്ടെ ആള് പൊട്ടിച്ചിരിക്കും. ചിരിക്കുട്ടൻ പറയും, നമ്മുടെ ബാറ്റില് അത് ആരംഭിക്കാൻ പോവാണ്. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങളെ എല്ലാവരെയും ഇപ്പൊ 2 ടീമായിട്ട് ഞാൻ തരംതിരിക്കാൻ പോവാണ്. അതിലൊരു ടീം വില്ലന്മാരായിട്ടും മറ്റൊരു ടീം സൂപ്പർ ഹീറോസായി ഇമാജിൻ ചെയ്തിട്ട് വേണം പരസ്പരം ഫൈറ്റ് ചെയ്യാൻ. ചിരിക്കുട്ടനാവട്ടെ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ടാസ്ക് പറഞ്ഞു കൊടുക്കും. 5 ഫ്ലോറുകളിലായിട്ട് 2 ന്യൂക്ലിയർ ബോംബ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ഹീറോസ് ആ ഒരു ന്യൂക്ലിയർ ബോംബ് അത് കണ്ടുപിടിച്ച് അത് രണ്ടും കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ വില്ലന്മാരുമായിട്ട് ഫൈറ്റും ചെയ്യണം. അതുപോലെ തന്നെ വില്ലൻ ടീം ആ ഒരു 2 ബോംബും വിട്ടുകൊടുക്കാൻ പാടില്ല. അതിന്റെ കൂടെ തന്നെ ഹീറോസുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കണം. ഇതിനെല്ലാം ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. അതിന്റെ ഉള്ളില് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ചിരിക്കുട്ടൻ അവരെ 2 ടീമായിട്ട് പിരിക്കും. ടീം എയിലായിരിക്കും നമ്മുടെ ഹീറോയും ചുന്ദരി ഡോറയും, ടീം ബിയില് ചപ്രത്തലേനും. അങ്ങനെ ഫസ്റ്റ് ബാറ്റിലിനായിട്ട് ഇപ്പൊ നറുക്കെടുപ്പ് നടക്കും. അതില് ഫസ്റ്റ് ചാൻസില് ഇപ്പൊ ഹീറോയും ആ ചപ്രത്തലേനും ആയിരിക്കും. ഹീറോ ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ ആ ഒരു ചപ്രത്തലേൻ അവൻ ചിരിക്കുട്ടനോട് ചോദിക്കും, ആക്ച്വലി ഇവന് സൂപ്പർ പവർ ഉണ്ടോ? അതിന് ചിരിക്കുട്ടൻ പറയും, അതെ, അവന് സൂപ്പർ പവർ ഉണ്ട്, അതുകൊണ്ടല്ലേ അവനിവിടെ അഡ്മിഷൻ കിട്ടിയത്. മറ്റൊരു ഭാഗത്ത് ഹീറോ അവൻ പേടിച്ചു വരച്ച് നിൽക്കാണ്. ഡോറ പറയും, കുഴപ്പമൊന്നുമില്ല, നീ കൂളായിട്ട് നിൽക്ക്, തീർച്ചയായിട്ടും നിനക്ക് ജയിക്കാൻ കഴിയും. അതിന് ഹീറോ പറയും, ചപ്രത്തലേന് എന്നെ പണ്ട് മുതലേ ഇഷ്ടമല്ല, ഉറപ്പായിട്ടും അവന്റെ കയ്യിൽ കിട്ടിയ അവൻ എന്നെ അടിച്ച് സൂപ്പാക്കും. അതിന് ഡോറ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ കൂടെ തന്നെ ഞാനും ഇല്ലേ, നമുക്ക് 2 പേർക്കും ചേർന്ന് അവരെ തോൽപ്പിക്കാം. നമ്മുടെ 2 സ്വത്തുമണികളും ഇപ്പൊ ആ ബിൽഡിങ്ങിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഹീറോ ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ എന്റെ പവർ എടുത്താ ഉറപ്പായിട്ടും എന്റെ കാറ്റ് പോവും. അതുകൊണ്ട് നൈസായിട്ട് ഡോറയുടെ പവർ വെച്ച് ഈ ഒരു മിഷൻ അതെന്ത് വില കൊടുത്തും എനിക്ക് ജയിക്കണം. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ചപ്രത്തലേൻ ചാടി വീണ് ഡോറെ അടിക്കാൻ നോക്കും. പക്ഷെ അവൻ ചപ്രത്തലേനെ വെട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ ഡോറെ സേവ് ചെയ്യും. പക്ഷെ എന്താ, അവന്റെ മാസ്ക് അതിപ്പോ പൊട്ടിപ്പോവും. ചപ്രത്തലേൻ വീണ്ടും നമ്മുടെ ഹീറോയെ അടിക്കാനായിട്ട് ഓടി അടുക്കും. പക്ഷെ ഹീറോ അവന്റെ കൈ പിടിച്ച് തിരിച്ച് അവനെ മടക്കി ലോക്ക് ചെയ്ത് അങ്ങനെ നിലത്തടിക്കും. അത് കണ്ട് ഡോറ വണ്ടറടിക്കും. ആക്ച്വലി ഹീറോ അവന്റെ സൂപ്പർ ഹീറോ പവർ എടുത്തിട്ടല്ല, മറിച്ച് അവന്റെ നോർമൽ പവർ വെച്ചാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ചെറുപ്പം മുതൽ ഹീറോ ഓരോ വില്ലന്മാരുടെയും ഹീറോസിന്റെയും മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് അവന്റെ ഡയറിയിൽ നോട്ട് ചെയ്തിരുന്നു. അതുപയോഗിച്ചാണ് ഇപ്പൊ ചപ്രത്തലേനെ മലർത്തി അടിച്ചത്. അങ്ങനെ വീണ്ടും 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.